ഹലോ, ഞാൻ ഈ പൈനാപ്പിൾ വെച്ചിരുന്നൊരു ചക്കയുടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് വെട്ടി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ മുറിച്ചെടുത്തതിന് നമ്മൾ കുറച്ച് എണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചെണ്ണം മാറ്റി വെച്ചതിന് നമ്മൾ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള പീസ് എടുത്തിട്ട് ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം നമുക്കിത് അരയ്ക്കാൻ. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഞാൻ പിന്നെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിന് അനുസരിച്ച് ശർക്കര എടുക്കാൻ ശ്രമിക്കുക. ഇനി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളും ശർക്കരയും കൂടി ലേശം വെള്ളം ഒഴിച്ച് കുറച്ച് ഏലക്കയും ശകലം ഉപ്പും ഇട്ടിട്ട് വേണം കേട്ടോ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന ജ്യൂസ് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അരിക്കൊന്നും വേണ്ട, നേരെ ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഈ വരട്ടിയെടുത്തത് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ഞാൻ എടുത്തത് അരിപ്പൊടിയും റവയാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ആദ്യം മാറ്റി വെച്ച പൈനാപ്പിൾ വാട്ടിയതും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇടനേലയിൽ ചുരുട്ടി പുഴുങ്ങാൻ വെക്കണം. കുറച്ച് വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ കഴിക്കുന്ന ചക്കടയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവറിങ് വരുന്നു. പിന്നെ ഒരു ചെറിയ പുളിപ്പ് പോലെ ഉണ്ടാവും. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.